മാസ് വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും എന്നോട് കാണിക്കുന്ന സപ്പോർട്ടിന് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പവും കടലക്കൂട്ടുകറി അതെല്ലാം കഴിഞ്ഞു. ഒത്തിരി സമയം കഴിഞ്ഞു. പിന്നെ ചോറ് റെഡിയാക്കി. ചോറ് ഈ കുക്കറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇന്നത്തെ മീൻ കാരമീനാണ്. അതിനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഇന്ന് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അരയ്ക്കാൻ എടുത്ത് വച്ചിരിക്കുന്നതാണ്. ഇച്ചിരി തേങ്ങ, ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ചെറിയ ഉള്ളി എന്നിവ എണ്ണ ഒഴിച്ച് ചൂടാക്കി, കറിവേപ്പില, പിന്നെ ഇച്ചിരി വാളംപുളി, കറുത്ത വാളംപുളി, ഇത്രയും ചേർത്ത് അരച്ചതിനെ കറി വയ്ക്കാൻ പോവുകയാണ്. ഇന്നലത്തെ ഞണ്ട് പലർക്കും ഇഷ്ടമില്ല എന്നറിഞ്ഞു. ആരും കഴിക്കില്ല. ജയ, ജിത, സുപ്രിയ ഇവരാരും കഴിക്കില്ല. ലതിയ പിന്നെ കഴിച്ചിട്ടില്ലാന്ന്. പക്ഷേ ഞണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഞണ്ട് തോരനാണ് ഞാൻ എന്നും വയ്ക്കാറ്. അതെല്ലാം മിക്ക ഭാഗങ്ങളും കളഞ്ഞിട്ട് കുറച്ചെടുത്ത് തോരൻ വയ്ക്കും ഉള്ളിയുമായിട്ട്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞു തന്നത് ഇങ്ങനെ വയ്ക്കാൻ. തേങ്ങാപ്പാലൊഴിച്ച് ഇതുപോലെ കറി വയ്ക്കാൻ. ഒന്നും കളയേണ്ട ആവശ്യമില്ല. അതിൻ്റെ വൈറ്റമിൻസ് എല്ലാം ചാറിൽ അങ്ങോട്ട് ഇറങ്ങും. ഒന്നും കളയണ്ട. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നനുസരിച്ചാണ് ഞാൻ ഇന്നലെ വെച്ച് നോക്കിയത്. പക്ഷേ കറണ്ടില്ലാത്തതുകൊണ്ട് തേങ്ങാപ്പാലൊന്നും തിക്കായിട്ട് പിഴിയാൻ പറ്റിയില്ല. എൻ്റെ കൈ കൊണ്ട് പിഴിഞ്ഞതേ ഉള്ളൂ. കറണ്ടുണ്ടായിരുന്നു വിസിലടിച്ച്. എന്തായാലും ഞാൻ ഇതരച്ച് ഇതിനെ കറി വയ്ക്കട്ടെ. അങ്ങനെ മീൻ കറി റെഡിയായി. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. ഓക്കെ, മീൻ കറി റെഡിയായി. ചോറും റെഡിയായിട്ടുണ്ട്. ഇന്നലത്തെ ഞണ്ട് കറി കുറച്ച് ഫ്രിഡ്ജിലിരുന്ന് അത് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് തിളപ്പിക്കാൻ പോവുകയാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതേ ഉള്ളൂ. ഞണ്ട് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇവിടെ ദേവി എതുവും കൂട്ടില്ല. അവർക്ക് ഞാൻ 2 പീസ് ചിക്കൻ മസാല പുരട്ടിയതുണ്ടായിരുന്നു, അതിനെ ഉപയോഗിച്ചു. പിന്നെ നാരങ്ങ അച്ചാർ, തൈരും ഒക്കെ ഉണ്ട്. ഇത്രയൊക്കെയേ ഉള്ളൂ എൻ്റെ അടുക്കളയിലെ വിശേഷങ്ങൾ. കൂടുതലൊന്നും ചെയ്യാനും കഴിയുന്നില്ല. ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് എനിക്ക് വളരെ സന്തോഷം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.